Hi students, today we are going to discuss a new topic called financial derivatives. So we are starting the first chapter in the subject financial derivative. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്നറിയപ്പെടുന്ന സബ്ജക്റ്റിലെ ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അധ്യായത്തിൻ്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിലേക്കുള്ള ആമുഖം, ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് തുടങ്ങുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ നമ്മൾ എത്തുന്നതിന് മുന്നേ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് അൺസേർട്ടൈൻ ആണ്, അനിശ്ചിതമാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. ഓക്കെ, ദർ ആർ സോ മെനി റിസ്ക് അസോസിയേറ്റഡ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇൻ ആൻ ഇൻവെസ്റ്റ്മെന്റ് ദർ ആർ സോ മെനി റിസ്ക് അസോസിയേറ്റഡ്. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഓരോ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസ്കുകളുണ്ട്. നമുക്കറിയാം, ഒരു ഫ്ലഡ് ഉണ്ടായാൽ, ഒരു എർത്ത് കേക്ക് ഉണ്ടായാൽ, ഒരു ഡിസീസ്, പാൻഡമിക് ഡിസീസ് ഉണ്ടായാൽ, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിൽ, പലിശ നിരക്കിൽ, അതുപോലെ എക്സ്ചേഞ്ച് റേറ്റിൽ, അതുപോലെ എക്കണോമിക് സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായാൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. That means there are so many risks associated with an investment. ഒരു നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസ്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം റിസ്കുകളാണുള്ളത്? കമ്മോഡിറ്റി റിസ്ക്, ഒന്നാമത്തേതാണ് കമ്മോഡിറ്റി റിസ്ക്. രണ്ടാമത്തെ സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക്. മൂന്നാമത്തേത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. നാലാമത്തെ ക്രെഡിറ്റ് റിസ്ക്, അതായത് നോൺ റീപേയ്മെന്റ് ഓഫ് ദി എമൗണ്ട്, അതായത് ഡിഫോൾട്ട് റിസ്ക്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ റിസ്കുകളാണ് ഉള്ളത്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള റിസ്കുകളുണ്ട്. ഓരോ നിക്ഷേപവുമായി ബന്ധപ്പെട്ട്, ഓരോ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് റിസ്കുകളുണ്ട്, അല്ലേ? എക്സ്ചേഞ്ച് റേറ്റിൽ, ഇൻട്രസ്റ്റ് റേറ്റിൽ, അതുപോലെയുള്ള എക്കണോമിക് സിസ്റ്റത്തിൽ, ഇങ്ങനെയൊക്കെ ടാക്സ് റേറ്റിൽ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം എന്ത് ചെയ്യുന്നു, ഒരുപാട് റിസ്കുകൾ ഉണ്ടാവുന്നുണ്ട്. റിസ്കിനെ മുഴുവനും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. വി കനോട്ട് അവോയ്ഡ് ഓൾ ദ റിസ്ക്. എല്ലാ റിസ്കിനെയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ മിനിമൈസ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, മിനിമൈസ് ചെയ്യാം. വി ക്യാൻ റെഡ്യൂസ് ദ റിസ്ക്. നമുക്ക് എന്ത് ചെയ്യാം, റിസ്കിനെ മിനിമൈസ് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ റിസ്കിനെ മുഴുവനായിട്ടും അവോയ്ഡ് ചെയ്യുവാൻ സാധിക്കില്ല. ഓക്കെ, അത്തരത്തിൽ അവോയ്ഡ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല, മുഴുവനായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷെ ബട്ട് വി ക്യാൻ മിനിമൈസ് ദ റിസ്ക്, അല്ലേ? മാർക്കറ്റിലുള്ള വ്യത്യസ്തമായ റിസ്കുകൾ, അല്ലേ? നമ്മൾ പറഞ്ഞു, കൊമോഡിറ്റി റിസ്ക്, സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ക്രെഡിറ്റ് റിസ്ക്, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്, ഇങ്ങനെ ഒരുപാട് റിസ്കുകളുണ്ട്. ഈ റിസ്കുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കുവാൻ സാധിക്കും. ഓക്കെ, കുറയ്ക്കുവാൻ സാധിക്കും. മുഴുവനായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കുവാൻ സാധിക്കും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം ഹെഡ്ജിങ് റിസ്ക്. ഇത്തരത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് റിസ്കിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഏത്, ഹെഡ്ജിങ് എന്നറിയപ്പെടുന്നത്. ഹെഡ്ജിങ്, ശ്രദ്ധിക്കുക, റിസ്കിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, റിസ്കിനെ അവോയ്ഡ് ചെയ്യുന്നതിന്, റിസ്കിനെ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഹെഡ്ജിങ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഹെഡ്ജിങ്? എലിമിനേറ്റിംഗ് ദ റിസ്ക് ഇൻ ആൻ അസറ്റ് ഓർ ലയബിലിറ്റി. ഒരു അസറ്റിലോ ലയബിലിറ്റിയിലോ ഉള്ള റിസ്ക്, അതിനെ എലിമിനേറ്റ് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ് ഹെഡ്ജിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെഡ്ജിങ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് വി ക്യാൻ eliminate the risk associated with an asset or liability. ഒരു അസറ്റോ ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുവാൻ, ഒഴിവാക്കുവാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് ഏത്, ഹെഡ്ജിങ്. ഹെഡ്ജിങ് ഈസ് എ പ്രോസസ്. ഓക്കെ, ഒരു അസറ്റ്, ഒരു ഫിനാൻഷ്യൽ അസറ്റോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി, അതിൽ നിന്നുള്ള റിസ്കിനെ ഒഴിവാക്കുവാൻ, എലിമിനേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു മാർഗമാണിത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ റിസ്കുകൾ പറഞ്ഞു? ഒരുപാട് റിസ്കുകളുണ്ട്, അല്ലേ? എക്സ്ചേഞ്ച് റേറ്റും, അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ എക്കണോമിക്കൽ സിസ്റ്റം, ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം ഒരുപാട് റിസ്കുകൾ വരുന്നുണ്ട്. ഇതിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് ഏത്, ഹെഡ്ജിങ്. ഓക്കെ,
ഹെഡ്ജിങ് എന്നറിയപ്പെടുന്ന അത്തരത്തിലൊരു മാർഗമാണ്. എലിമിനേറ്റിംഗ് ദ റിസ്ക്, പ്രത്യേകം ഓർത്തു വെക്കുക. ഹെഡ്ജിങ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് എന്താണ്? എലിമിനേറ്റിംഗ് ദ റിസ്ക് എന്നുള്ളതാണ്. ഈ ഹെഡ്ജിങ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ഹെഡ്ജേഴ്സ് എന്ന് വിളിക്കും. ഹെഡ്ജേഴ്സ് ആരാണ്? റിസ്ക് എലിമിനേറ്റേഴ്സ് ആണ്, റിസ്കിനെ ഒഴിവാക്കുന്ന ആളുകളാണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇത്തരത്തിൽ റിസ്കിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഫോർ എലിമിനേറ്റിംഗ് ദ റിസ്ക്, ഫോർ അവോയ്ഡിങ് ദ റിസ്ക്, വി നീഡ് സം മോഡേൺ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. മോഡേൺ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ആവശ്യമാണ്. ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ ഡിബഞ്ചറോ ബോണ്ടോ ഒന്നും പറ്റില്ല. പകരമായിക്കൊണ്ട് ഒരു മോഡേൺ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. We need a modern financial instrument to hedge the risk. We can hedge the risk in an investment. We can hedge the risk by using a new financial instrument or contract called financial derivatives or derivatives. Financial derivatives അല്ലെങ്കിൽ derivatives ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. വി ക്യാൻ ഹെഡ്ജ് ദ റിസ്ക് ബൈ യൂസിങ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാം, റിസ്കിനെ ഒഴിവാക്കുവാൻ സാധിക്കും. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിലെ ശ്രദ്ധിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിലെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ദർ ആർ സെവറൽ റിസ്ക്. ഈ റിസ്കിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഹെഡ്ജ് ചെയ്ത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആണ് ഇത് ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ദ റിസ്ക് ഓർ എലിമിനേറ്റിംഗ് ദ റിസ്ക്. റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, വാട്ട് ഈസ് ഡെറിവേറ്റീവ്സ്? ഡെറിവേറ്റീവ്സ് എന്നാൽ എന്താണ് നമുക്ക് നോക്കാം. ഡെറിവേറ്റീവ്സ് ആർ ദി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഡെറിവേറ്റീവ് എന്നറിയപ്പെടുന്ന എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ലൈക്ക് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ബോണ്ട്, അല്ലെ ഡിബഞ്ചർ പോലെയുള്ള ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചറും ബോണ്ടും ഒക്കെ പോലെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. ഓർ അല്ലെങ്കിൽ അതിന് വേറെ രീതിയിൽ അറിയപ്പെടും, എന്താണ്? ഓർ കോൺട്രാക്ട്സ്, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? അത് കരാറാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഓർ കോൺട്രാക്ട്. ഒരേ സമയം അതെന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ്? അതൊരു കോൺട്രാക്റ്റ് ആണ്, കരാറാണ്. ഡിറൈവ്ഡ് ഫ്രം ദി വാല്യൂ ഓഫ് ദെയർ അണ്ടർലൈയിങ് അസറ്റ്. ഈ ഡെറിവേറ്റീവിന്റെ വാല്യൂ ഉണ്ടാകുന്ന എവിടുന്നാണ്? ആ ഡെറിവേറ്റീവിൻ്റെതായ ഒരു അണ്ടർലൈയിങ് അസറ്റിൽ നിന്നാണ്. അണ്ടർലൈയിങ് അസറ്റിൽ നിന്നാണ് ഡെറിവേറ്റീവ്സ് എന്ന വാക്കിൽ നിന്ന് എന്താ അർത്ഥമാക്കുന്നത്? ഡെറിവേറ്റീവ്സ് എന്നാൽ മലയാളത്തിൽ അറിയപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ ഒന്നിൽ നിന്നുണ്ടാകുക എന്നുള്ളതാണ് ഡെറിവേറ്റീവ്സിന്റെ മലയാളം മീനിങ്. ഒന്നിൽ നിന്നുണ്ടാവുക, അതായത് ഇറ്റ് ഹാസ് നോ ഇൻഡിപെൻഡന്റ് വാല്യൂ. സ്വതന്ത്രമായിട്ട് ഒരു മൂല്യമുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റോ കോൺട്രാക്റ്റോ അല്ല ഇത് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിന് ഇൻഡിപെൻഡന്റ് വാല്യൂ അല്ല, ഇൻഡിപെൻഡന്റ് വാല്യൂ ഇല്ല. അത് മറ്റൊന്നിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്താ മനസ്സിലായില്ലേ? അതായത് ഡെറിവേറ്റീവ്സിന് സ്വന്തമായിട്ടൊരു വാല്യൂ ഇല്ല. ദ വാല്യൂ ഓഫ് എ ഡെറിവേറ്റീവ്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി അതർ അസറ്റ്. മറ്റൊരു ഫിനാൻഷ്യൽ അസറ്റിൽ നിന്നോ മറ്റൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റിൽ നിന്നോ ആണ് എന്ത് ചെയ്യുന്നത്? ഡെറിവേറ്റീവിന്റെ മൂല്യം ഉണ്ടാകുന്നത്. സ്വന്തമായിട്ട് ഒരു മൂല്യമില്ലാത്ത വസ്തുവാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് വാല്യൂ ഇല്ലാത്ത ഒരു അസറ്റാണ് ഏതറിയപ്പെടുന്ന ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവിന് സ്വതന്ത്രമായിട്ടൊരു മൂല്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ അതർ ഫിനാൻഷ്യൽ അസറ്റ് ഓർ പ്രൊഡക്റ്റ്. മറ്റൊരു ഫിനാൻഷ്യൽ അസറ്റിലോ പ്രൊഡക്റ്റിലോ ആശ്രയിച്ചിട്ടാണ് എന്ത് നിൽക്കുന്നത്? ഡെറിവേറ്റീവ്സ് നിൽക്കുന്നത്. ഇത്തിൽക്കണ്ണി പോലെ അല്ലേ? ഇത്തിൽക്കണ്ണിക്ക് സ്വന്തമായിട്ട് ഇതുണ്ടോ? മറ്റുള്ളതിൽ നിന്ന് എടുക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡന്റ് വാല്യൂ ഇല്ല, സ്വതന്ത്രമായിട്ടുള്ള ഒരു മൂല്യമില്ലാത്ത ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റോ കോൺട്രാക്റ്റോ ആണ് ഏത്? ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. ബിക്കോസ് ഇറ്റ്സ് വാല്യൂ ഡിറൈവ് ചെയ്യാൻ ഉരുത്തിരിയുക, ഉണ്ടാവുക എന്നുള്ളതാണ്.
ഡെറിവേറ്റീവ്സിന്റെ മൂല്യം ഉരുത്തിരിയുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്തിൽ നിന്നാണ്? ഫ്രം ആൻ അണ്ടർലയിങ് അസറ്റ്, മറ്റൊരു അണ്ടർലയിങ് അസറ്റിൽ നിന്നാണ്. ഒരു അണ്ടർലയിങ് അസറ്റിൽ നിന്നാണ്, മറ്റൊരു ഫിനാൻഷ്യൽ അസറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? വാല്യൂ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എന്തില്ല, ഇറ്റ് ഹാസ് നോ ഇൻഡിപെൻഡന്റ് വാല്യൂ. അതാണ് ഡെറിവേറ്റീവിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തു വെക്കേണ്ടത്. പിന്നെയോ, റിസ്ക് അവേഴ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് റിസ്ക് ടേക്കേഴ്സ് ആർ ദർ. ഒരു ഡെറിവേറ്റീവ്സിൽ രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. റിസ്ക് അവേഴ്സ് ചെയ്യുന്നവർ, റിസ്കിനെ ഒഴിവാക്കുന്ന ആളുകൾ, അതുപോലെ റിസ്ക് ടേക്കേഴ്സ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് രണ്ട് തരത്തിലുള്ള ഇൻഡിവിജ്വലാണ് ഉണ്ടാവുക. ഒന്ന് റിസ്ക് അവേഴ്സ്, റിസ്കിനെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർ, റിസ്കിനെ പരമാവധി ഒഴിവാക്കുന്ന ആൾക്കാർ. ദേ ആർ സീക്കിംഗ് പ്രൊട്ടക്ഷൻ ഫ്രം ദി റിസ്ക്. അവർ എന്താഗ്രഹിക്കുന്നു? പ്രൊട്ടക്ഷൻ ഫ്രം ദി റിസ്ക്. റിസ്കിൽ നിന്നും പ്രൊട്ടക്ഷൻ, സംരക്ഷണം ആഗ്രഹിക്കുന്ന ആൾക്കാർ. റിസ്ക് ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല, റിസ്ക് അവേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെയുള്ളതോ റിസ്ക് ടേക്കേഴ്സ് ആണ്. അവർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഓക്കെ, നോക്കാം, അടുത്തത് നോക്കാം. അങ്ങനെ രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. റിസ്ക് ടേക്കേഴ്സും റിസ്ക് അവേഴ്സ് ചെയ്യുന്ന ആൾക്കാരും, റിസ്ക് ഒഴിവാക്കുന്ന ആൾക്കാരും ഉണ്ടാവും, റിസ്ക് ടേക്ക് ചെയ്യുന്ന ആൾക്കാരും സ്വീകരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഡെറിവേറ്റീവ്സിൽ. അടുത്തത് നോക്കാം. ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു റിസ്കിനെ, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നത്. ഡെറിവേറ്റീവ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഓർ കോൺട്രാക്ട് യൂസ്ഡ് ഫോർ എലിമിനേറ്റിംഗ് ഓർ ഹെഡ്ജിങ് ദ റിസ്ക്. റിസ്കിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല റിസ്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടം അല്ലേ, സ്പെക്കുലേഷന് വേണ്ടിയിട്ട്, അതുപോലെ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഏത്? ഡെറിവേറ്റീവ്സ്. അതുപോലെ ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്ന എന്താണ്? ഇറ്റ് ഈസ് എ വേരിയബിൾ. ഇതൊരു വേരിയബിൾ ആണ്. വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്? വേരിയബിൾ മീൻസ് വേരിയിങ് അല്ലേ, ചേഞ്ച് ഉണ്ടാവുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേരിയബിൾ എന്ന് വിളിക്കുക അല്ലെ. മാറ്റം ഉണ്ടാവുന്ന ഒന്നിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുക. ഡെറിവേറ്റീവ്സിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഡെറിവേറ്റീവ് ഇസ് എ വേരിയബിൾ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം അനദർ വേരിയബിൾ. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു വേരിയബിളിൽ നിന്നാണ് അതിന്റെ വാല്യൂ ഉണ്ടായിട്ടുള്ളത്. ഡെറിവേറ്റീവ് എന്നൊരു പറയുന്ന ഒരു വേരിയബിൾ ആണ്. ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം അനദർ വേരിയബിൾ. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിൾ മറ്റൊരു വേരിയബിളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഡെറിവേറ്റീവ്സ് ആർ ബേസ്ഡ് ഓൺ അണ്ടർലയിങ് അസറ്റ്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു അണ്ടർലയിങ് അസറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡെറിവേറ്റീവ് ഉള്ളത്. ഡെറിവേറ്റീവ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഓർ കോൺട്രാക്ട് ബേസ്ഡ് ഓൺ എന്താണ്? ബേസ്ഡ് ഓൺ അണ്ടർലയിങ് അസറ്റ്. അണ്ടർലയിങ് അസറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റോ കോൺട്രാക്റ്റ് ആണ് ഡെറിവേറ്റീവ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, if any change happens to the underlying asset, underlying assetന്റെ വാല്യൂവിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ, is there are any change in an underlying asset, അണ്ടർലയിങ് അസറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ ഈ അണ്ടർലയിങ് അസറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡെറിവേറ്റീവ്സിലും എന്ത് ചെയ്യും? ചേഞ്ച് ഉണ്ടാവും. is there are any change in underlying asset, in the derivative also there should be a change. എന്ത് ചെയ്യും? ഡെറിവേറ്റീവ്സിലും അതുപോലെ അണ്ടർലയിങ് അസറ്റിലും എന്ത് ചെയ്യും? മാറ്റം ഉണ്ടാവും. എങ്ങനെയാണ്? അണ്ടർലയിങ് അസറ്റ് ആണ് ബേസ് ഡെറിവേറ്റീവ്സിന്റെ, അത് അടിസ്ഥാനം. അപ്പോൾ അണ്ടർലയിങ് അസറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ അത് ഡെറിവേറ്റീവ്സിലും മാറ്റത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ അണ്ടർലയിങ് അസറ്റ് ഒരുപാടുണ്ട് അല്ലേ, നമുക്കത് എന്ത് ചെയ്യാൻ പറയാം. അപ്പൊ എന്ത് ചെയ്യാം? ഒരു അണ്ടർലയിങ് അസറ്റ് ഒരുപാടെണ്ണം ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ അത് നോക്കാം, എന്നിട്ട് പോവാം. ഓക്കെ, അണ്ടർലയിങ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് അണ്ടർലയിങ് അസറ്റ്? അണ്ടർലയിങ് അസറ്റ് എന്നാൽ എന്താണ്? പറയുന്നു, ദീസ് ആർ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഇതെന്താണ്? ഫിനാൻഷ്യൽ അസറ്റുകളാണ്. വിച്ച് എ ഡെറിവേറ്റീവ് പ്രൈസ് ഇസ് ബേസ്ഡ്. അതായത് ഒരു ഡെറിവേറ്റീവിന്റെ വാല്യൂ അല്ലെങ്കിൽ വില ബേസ് ചെയ്തിരിക്കുന്ന അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റുകളാണ് ഏത്? അണ്ടർലയിങ് അസറ്റ്. അണ്ടർലയിങ് അസറ്റ് ഒരു ഡെറിവേറ്റീവിന്റെ വിലയെ അടിസ്ഥാനമാക്കുന്നു. ഡെറിവേറ്റീവിന്റെ വില അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അണ്ടർലയിങ് അസറ്റിനെയാണ്. ദീസ് ആർ ദി ഫിനാൻഷ്യൽ അസറ്റ് അപ്പോൺ വിച്ച് എ ഡെറിവേറ്റീവ് പ്രൈസ് ബേസ്ഡ് ഓൺ. ഒരു ഡെറിവേറ്റീവിന്റെ വില അടിസ്ഥാനമാക്കിയിട്ടുള്ള, ഡെറിവേറ്റീവിന്റെ വില ഉണ്ടായിട്ടുള്ള ഏതിൽ നിന്നാണ്? ഒരു അണ്ടർലയിങ് അസറ്റിൽ നിന്നാണ്.
അണ്ടർലൈങ് അസറ്റ് എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ്. അത് എന്താണ്? ഡെറിവേറ്റീവിന്റെ പ്രൈസ് ബേസ് ചെയ്തിരിക്കുന്നത് ഈ അണ്ടർലൈങ് അസറ്റ് എന്ന ഫിനാൻഷ്യൽ അസറ്റിലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി എന്തൊക്കെയാണ് അണ്ടർലൈങ് അസറ്റ് ആവാൻ പറ്റുക? ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവില് അണ്ടർലൈങ് അസറ്റ് ആയിട്ട് എന്തെല്ലാം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സ്റ്റോക്ക് ഉപയോഗിക്കാം, ബോണ്ട് അണ്ടർലൈങ് അസറ്റ് ആണ്, കൊമോഡിറ്റീസ് വസ്തുവകൾ സാധനങ്ങൾ അണ്ടർലൈങ് അസറ്റ് ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്ക് അണ്ടർലൈങ് അസറ്റ് ആണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് NSE നിഫ്റ്റി BSE BSE സെൻസെക്സ് ഒക്കെ ഒരു അണ്ടർലൈങ് അസറ്റ് ആണ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഒരു അണ്ടർലൈങ് അസറ്റ് ആണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അണ്ടർലൈങ് അസറ്റുകൾ ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഡെറിവേറ്റീവിന്റെ മൂല്യം ഉണ്ടാകുന്നത്. മാത്രമല്ല ഒരു അണ്ടർലൈങ് അസറ്റ് എപ്പോഴും എന്തായിരിക്കണം? ഈസിലി മാർക്കറ്റബിൾ അസറ്റ് ആയിരിക്കണം. എളുപ്പത്തിൽ വിപണനം ചെയ്യാൻ സാധിക്കുന്ന അസറ്റുകളെ അണ്ടർലൈങ് അസറ്റുകളായി പരിഗണിക്കാവൂ. ഓക്കെ, ഇനി ഡെറിവേറ്റീവിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമ്മളിവിടെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് എടുക്കുന്ന വീറ്റ് ആണ്, ഗോതമ്പാണെന്ന് വിചാരിക്കാം. ഇഫ് എ ഫാർമർ, ഒരു ഫാർമർ എന്ത് ചെയ്യുന്നു? ഇഫ് എ വീറ്റ് ഫാർമർ വിഷ് ടു സെൽ ഹിസ് വീറ്റ്, അയാളുടെ കയ്യിലുള്ള വീറ്റ്, അയാളുടെ ഗോതമ്പ് എന്ത് ചെയ്യുന്നു? അടുത്ത 3 മാസത്തിനുള്ളിൽ, ഇൻ നെക്സ്റ്റ് 3 months, 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു? അയാൾ വിറ്റ് അയക്കാൻ ആഗ്രഹിക്കുന്നു. കറന്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? ₹20 ആണ് പെർ kg വിചാരിക്കാം. 20 രൂപ കിലോ ആണ് നിലവിലെ മാർക്കറ്റ് വില 1 കിലോ ഗോതമ്പിന് എന്ന് കരുതുക. ഗസ് ചെയ്യുക, അസ്യൂം ചെയ്യുക. കറന്റ് മാർക്കറ്റ് പ്രൈസ് ഫോർ 1 kilo wheat is 20 rupees. The farmer uncertain about the price of the wheat in the next 3 months. അടുത്ത 3 മാസത്തിനുള്ളിൽ ഈ വീറ്റിന്റെ വില അൺസർട്ടൈൻ ആണ്, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകുമെന്ന് ആര് വിചാരിക്കുന്നു? ഫാർമർ കരുതുന്നു. അതായത് 20 രൂപയുള്ളത് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യുവാൻ സാധ്യതയുണ്ട്. In next 3 months there is a chance to increase or decrease the price of the wheat. അടുത്ത 3 മാസത്തിനുള്ളിൽ ഇതിന്റെ വില കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഫാർമർ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു മെർച്ചന്റുമായിട്ട്, ഒരു വ്യാപാരിയുമായിട്ട് എന്ത് ചെയ്യുന്നു? കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഓക്കെ, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. എങ്ങനെയാണ് ഫാർമർ പറയുന്നത്? എൻ്റെ വീറ്റ് അടുത്ത 3 മാസത്തിനുള്ളിൽ, 3 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? 20 രൂപയ്ക്ക് താങ്കൾ പർച്ചേസ് ചെയ്യണം എന്ന് പറയുന്നു. മെർച്ചന്റ് അത് എഗ്രി ചെയ്യുന്നു. അവർ 20 രൂപയ്ക്ക് പരസ്പരം കരാറിൽ ഏർപ്പെട്ടു. 3 മാസം കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ 3 മാസം കഴിഞ്ഞു. ആ 3 മാസം കഴിയുമ്പോൾ ഈ വീറ്റിന്റെ വില 16 രൂപയാണ് എന്ന് കരുതുക. 16 രൂപയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഫാർമർ എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 3 മാസം കഴിയുമ്പോൾ 20 രൂപയ്ക്കാണ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 16 ആണ്. 4 rupees പ്രോഫിറ്റ്. ആൾക്ക് എത്ര രൂപ ലാഭം കിട്ടി? 4 രൂപ പെർ kg ലാഭം കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഈ ഫാർമർ ഇത്തരത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ, ഫാർമർ കരാറിൽ ഏർപ്പെട്ടില്ല, അങ്ങനെയാണെങ്കിൽ 3 മാസം കഴിയുമ്പോൾ അയാൾ എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 16 രൂപയ്ക്ക്. ഓക്കെ, 16 രൂപക്കാണ് എന്ത് ചെയ്യുന്നത്? അയാൾ വിൽക്കുന്നത്. അപ്പൊ അയാൾക്ക് എത്ര രൂപ നഷ്ടം കിട്ടും? ഇങ്ങനെ കരാറിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ 4 രൂപ ലാഭം ഉണ്ടാവുമായിരുന്നു. ഇവിടെ എത്രയും? 4 രൂപ ലോസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 3 മാസം കഴിയുമ്പോൾ 23 രൂപയാണ് വില എന്ന് കരുതുക. ഗോതമ്പിന്റെ വില 3 മാസം കഴിയുമ്പോൾ 23 രൂപയാണ്. ഇവിടെ കരാറിൽ ഏർപ്പെട്ടത് 20 രൂപയ്ക്കാണ്. ഫാർമർ എത്ര രൂപയ്ക്കാണ് ഇത് വിൽക്കേണ്ടത്? 20 രൂപയ്ക്ക് ഫാർമർ വിൽക്കുന്നു. മാർക്കറ്റ് വില എത്രയാണ്? 23. ഫാർമർക്ക് എത്ര നഷ്ടം? 3 രൂപ ലോസ് ആണ്. ഫാർമർക്ക് 3 രൂപ ലോസ് ആണ്. പക്ഷെ എന്ത് ചെയ്തു? അയാൾക്ക് എന്തുറപ്പിക്കാൻ സാധിച്ചു? മാർക്കറ്റിൽ ഉണ്ടാവുന്ന അൺസർട്ടൈനിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾക്ക് എന്ത് ചെയ്തു? സാധിച്ചു. 20 രൂപ അയാൾക്ക് കിട്ടി. അത് 20 ഉള്ളത് 16 or 15 ഒക്കെ ആയിരുന്നെങ്കിൽ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? അയാൾക്ക് ഇത് ഉണ്ടായേനെ. ഇവിടെ എന്ത് ചെയ്തു? 3 രൂപ ആർക്ക് നഷ്ടം സംഭവിച്ചു? ഫാർമർക്ക് നഷ്ടം സംഭവിച്ചു. മെർച്ചന്റിന് എന്ത് ചെയ്തു? 3 രൂപ ലാഭം ലഭിച്ചു. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന് എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് ബീറ്റ് ആണ്. ഇതിന് മുകളിലാണ് ഇവർ കരാറിൽ ഏർപ്പെടുന്നത് എന്നുള്ള ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണ്? ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്നാൽ എന്താണ്? റിസ്കുകൾ ഏതൊക്കെയാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ എന്തൊക്കെയാണ് അണ്ടർലൈങ് അസറ്റ്, എന്താണ് ഇതിന്റെ മെത്തേഡ് എന്നുള്ളതൊക്കെയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.